കേരള സർവകലാശാലയിലെ ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കാം. ഇന്ന് തീയതി 27/11/2024. സോ ഫസ്റ്റ്ലി സൂക്ഷ്മ പരിശോധന ഡീറ്റെയിൽസ്, സ്ക്രൂട്ടിനി ഡീറ്റെയിൽസ് ആണ്. 2024 മെയ്യിൽ നടത്തിയ 5ാം സെമസ്റ്റർ ബിടെക് 2020 സ്കീം, 2024 ഏപ്രിൽ നടത്തിയ 3ാം സെമസ്റ്റർ ബിടെക് 2020 സ്കീം എന്നീ പരീക്ഷകളുടെ സ്ക്രൂട്ടിനി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും പ്രസിദ്ധ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുമായിട്ട് 2024 നവംബർ 28 മുതൽ 30 വരെയുള്ള പ്രവർത്തനങ്ങൾ റീവാലുവേഷൻ സൈഡ് സെക്ഷനിൽ ഹാജരാകേണ്ടതാണ്. ഇനി 2024 സെപ്റ്റംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ MSc ബോട്ടണി പരീക്ഷയുടെ അനുബന്ധ പ്രാക്ടിക്കൽ പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2024 ഒക്ടോബറിൽ നടത്തിയ കമ്പൈൻഡ് 1-2 സെമസ്റ്റർ ബിടെക് ഡിഗ്രി 2008 സ്കീം മെയിൻസ് ചാൻസ് 2008-12 അഡ്മിഷൻ പാർട്ട് ടൈം 2003 സ്കീം ട്രാൻസിറ്ററി പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. വിദൂര വിദ്യാഭ്യാസ വിഭാഗം 2024 ഡിസംബർ 5 മുതൽ ആരംഭിക്കുന്ന 1-2 സെമസ്റ്റർ ബാച്ചലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് റെഗുലർ 2023 അഡ്മിഷൻ സപ്ലിമെൻ്ററി 2021-22 അഡ്മിഷൻ പരീക്ഷകളുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2024 ഡിസംബർ 5-7 തീയതികളിലെ പരീക്ഷാ കേന്ദ്രം കാര്യവട്ടത്തെ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രമായിരിക്കും. മറ്റു ദിവസങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല. 2024 ഒക്ടോബറിൽ നടത്തിയ 8ാം സെമസ്റ്റർ പഞ്ചവർഷ MBA ഇൻ്റഗ്രേറ്റഡ്, നവംബറിൽ നടത്തിയ 6 സെമസ്റ്റർ പഞ്ചവർഷ MBA ഇൻ്റഗ്രേറ്റഡ് പരീക്ഷകളുടെയും വർക്ക് എക്സ്പീരിയൻസും പ്രോജക്റ്റ് വൈവകളുടെ ടൈം ടേബിളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജൂലൈയിൽ നടത്തിയ 1ാം സെമസ്റ്റർ LLM ഡിഗ്രി പരീക്ഷയുടെ ടീച്ചിങ് പ്രാക്ടീസ് പരീക്ഷയുടെ ടൈം ടേബിളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവയുടെ ടൈം ടേബിൾ സൈറ്റിൽ അവൈലബിൾ ആണ്. കേരള യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിക്കുക. then കോംപ്രഹെൻസീവ് വൈവ ഡിസർട്ടേഷൻ ഡീറ്റെയിൽസ് ആണ്. വിദൂര വിദ്യാഭ്യാസ 2024 ഒക്ടോബറിൽ നടത്തിയ 4ാം സെമസ്റ്റർ MA ഹിന്ദി പരീക്ഷയുടെ കോംപ്രഹെൻസീവ് വൈവയും ഡിസർട്ടേഷൻ വൈവയും 2024 ഡിസംബർ 21 ഹിന്ദി പഠന വകുപ്പിൽ സെമിനാർ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. വിദൂര വിദ്യാഭ്യാസ 2024 ഒക്ടോബറിൽ നടത്തിയ 4ാം സെമസ്റ്റർ MA എക്കണോമിക്സ് പരീക്ഷയുടെ കോംപ്രഹെൻസീവ് വൈവ 2024 ഡിസംബർ 3, 5 എന്നീ തീയതികളിൽ FIUGP ഡിപ്പാർട്ട്മെൻറ്റ് ഓൾഡ് SD ബിൽഡിംഗ് വെച്ച് നടത്തപ്പെടുന്നു. ഇനി 2024 ഓഗസ്റ്റിൽ നടത്തിയ 2ാം സെമസ്റ്റർ BPA മ്യൂസിക് വയലിൻ പരീക്ഷയുടെ പ്രാക്ടിക്കൽ 2024 ഡിസംബർ 5 മുതൽ ഡിസംബർ 6 വരെ നടത്തപ്പെടുന്നു. 2024 സെപ്റ്റംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ MSc ബയോകെമിസ്ട്രി പരീക്ഷയുടെ പ്രാക്ടിക്കൽ 2024 നവംബർ 8 മുതൽ ഡിസംബർ 13 വരെ അതത് കോളേജുകൾക്ക് നടത്തപ്പെടുന്നു. സെപ്റ്റംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ MSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷകൾ 2024 നവംബർ 28 മുതൽ ഡിസംബർ 3 വരെ അതത് കോളേജുകൾക്ക് നടത്തപ്പെടുന്നു. ജനുവരിയിൽ നടത്തുന്ന 1ാം സെമസ്റ്റർ BA BSc BCom ന്യൂ ജനറേഷൻ ഡബിൾ മെയിൻ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി 2023 അഡ്മിഷൻ സപ്ലിമെൻ്ററി 2020-21 അഡ്മിഷൻ പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. അടുത്തത് 2024 ഏപ്രിൽ നടത്തിയ 1ാം സെമസ്റ്റർ MSW ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM പോർട്ടൽ മുഖേന നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റുകളും അതായത് അപേക്ഷാ ഫീസും SLCM പോർട്ടൽ മുഖേന മാത്രമായിരിക്കും നടത്തേണ്ടത്. ഏപ്രിൽ നടത്തിയ 1ാം സെമസ്റ്റർ MSc മാത്തമാറ്റിക്സ് റെഗുലർ സപ്ലിമെൻ്ററി ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM 2023-22 അഡ്മിഷൻ വിദ്യാർത്ഥികൾ SLCM പോർട്ടൽ മുഖേനയും സപ്ലിമെൻ്ററി 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ exam.kerala.university.ac.in മുഖേനയും 2024 ഡിസംബർ 5 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. SLCM 2023-22 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫീസ് SLCM ഓൺലൈൻ പോർട്ടൽ മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് റെഗുലർ 2022 അഡ്മിഷൻ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി 2021 അഡ്മിഷൻ സപ്ലിമെൻ്ററി 19-20 അഡ്മിഷൻ മെയിൻ സെക്ഷൻ 13-16-18 അഡ്മിഷൻ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനും സ്ക്രൂട്ടിനിക്കും നിങ്ങൾക്ക് ഡിസംബർ 11 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഏപ്രിൽ നടത്തിയ 1, 2, 3, 4, 5 സെമസ്റ്റർ MCA 2006-15 സ്കീം മെയിൻ സെക്ഷൻ 2006-19 അഡ്മിഷൻ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MA സംസ്കൃതം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM പോർട്ടൽ മുഖേന ഡിസംബർ 6 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 1ാം സെമസ്റ്റർ MSc ബയോകെമിസ്ട്രി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് റെഗുലർ വിദ്യാർത്ഥികൾ SLCM പോർട്ടൽ മുഖേനയും സപ്ലിമെൻ്ററി വിദ്യാർത്ഥികൾ exam.kerala.university.ac.in മുഖേനയും ഡിസംബർ 6 വരെ അപ്ലൈ ചെയ്യുക. ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MSc ബയോകെമിസ്ട്രി റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് റെഗുലർ വിദ്യാർത്ഥികൾ SLCM പോർട്ടൽ മുഖേനയും സപ്ലിമെൻ്ററി വിദ്യാർത്ഥികൾ exam.kerala.university.in മുഖേന 2024 ഡിസംബർ 1 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MSc ഹോം സയൻസ് ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് എക്സിസ്റ്റൻ എഡ്യൂക്കേഷൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പ്രൊഫഷണൽ റാങ്ക് ഫോട്ടോ ലിസ്റ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. സൂക്ഷ്മപരിശോധനയ്ക്ക് SLCM പോർട്ടൽ മുഖേന ഡിസംബർ 2 വരെ അപ്ലൈ ചെയ്യാം. ജൂലൈയിൽ നടത്തിയ 3ാം സെമസ്റ്റർ BA എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് BA ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സ്റ്റഡീസ് BSc BCom ന്യൂ ജനറേഷൻ ഡെവലപ്മെൻറ്റ് ഡിഗ്രി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. മെയിൽ നടത്തിയ 9ാം സെമസ്റ്റർ പഞ്ചവത്സര MBA ഇൻ്റഗ്രേറ്റഡ് 2015 സ്കീം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് ഡിസംബർ 2 വരെ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യാം.
ദെൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 3-4 ദിവസങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യമാണ്. 1-ാം വർഷ എം.എഡ് പ്രവേശനം 2024 ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിൽ കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നവംബർ 29-30 തീയതികൾ നടത്തപ്പെടുന്നതിൻ്റെയാണ്. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിൽ 1-ാം വർഷ എം.എഡ് കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകൾക്ക് 2024 നവംബർ 29-30 തീയതികളിൽ കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നു. നിലവിൽ കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ എം.എഡ് കോഴ്സുകളിൽ അഡ്മിഷനുള്ള മാനേജ്മെൻറ്റ് അഡ്മിഷൻ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ പ്രസിദ്ധ സ്പോട്ട് അഡ്മിഷനിൽ പരിഗണിക്കുന്നതല്ല. നിലവിൽ കേരള സർവകലാശാലയിൽ എം.എഡ് കോഴ്സിലേക്ക് അപേക്ഷ നൽകിയിട്ടുള്ളവരെ പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷ നൽകാത്തവരെയും സ്പോട്ടിൽ പരിഗണിക്കുന്നത്. EWS വിഭാഗത്തിലുള്ള ഒഴിവുകൾ പ്രസിദ്ധ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ മാത്രമാണ് പരിഗണിക്കുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ കൈവശം എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇൻക്ലൂഡിംഗ് TC ആൻഡ് കൺസോൾഡ് മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഇതര സർവകലാശാല വിദ്യാർത്ഥികൾ നിർബന്ധമായും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് അതത് കോളേജുകൾ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ സമയം കഴിഞ്ഞ് വരുന്നവരെയും അഡ്മിഷൻ ആവശ്യമായി മതിയായ രേഖകളില്ലാത്ത വിദ്യാർത്ഥികളെയും ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഒന്നിൽ കൂടുതൽ കോളേജുകളുടെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിലേക്കായി വിദ്യാർത്ഥികൾ സാക്ഷ്യപത്രം നൽകി രക്ഷകർത്താവ് പ്രതിനിധിയുടെ സഹായം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. സോ ഇതാണ് ഇന്നത്തെ പ്രസ് റിലീസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.